साक्षात् परब्रह्म तस्मै श्री गुरुवे नमः। गुरुवे सर्वलोकानां विष्णुदेवरोगिणां निधये सर्वविद्यानां श्रीदक्षिणामूर्तये नमः। जय जय शंकर हर हर शंकर, जय जय शंकर हर हर शंकर. നിങ്ങളെല്ലാവരും മക്കൾക്കും എൻ്റെ നമസ്കാരം. എനിക്ക് ഇന്ന് 2 വാക്ക് പറയാൻ പ്രാർത്ഥന സാറിൻ്റെ പാതാരങ്ങളിൽ ഓടി പ്രണാമം. എന്നാൽ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിത്തന്ന നമ്മുടെ കമ്മിറ്റിയിൽ എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ബിക്കോസ് നമ്മൾ എല്ലാവരും ശിവനിലാണ് വരുന്നത്. എൻ്റെ പറഞ്ഞമാർ ഒരുപാട് പുണ്യം ചെയ്താൽ മാത്രമേ നമുക്ക് മനുഷ്യനായിട്ട് ജന്മം കിട്ടുകയുള്ളൂ. ആ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക വരുന്ന ഭഗവാനെ മനസ്സിലാക്കുക, ഭഗവാനിലെത്തുക എന്നത് തന്നെയാണ്. ഈ ഭഗവാനെ മനസ്സിലാക്കാൻ നമുക്ക് ആധ്യാത്മികമായ പഠനത്തിലൂടെ അതെന്താണ്, അതായത് സ്ഥൂല ശരീരം നമുക്ക് കാണുകയാണ്, അതിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തിലേക്കുള്ള യാത്രയാണ് എന്ന് പറഞ്ഞിട്ടുള്ള DK സാറിനെ പറ്റി എത്ര പറഞ്ഞാലും എനിക്ക് അതൊരു നിമിത്തം മാത്രമാണ്. ബിക്കോസ് 2017 ഞാൻ ശങ്കരജയന്തിക്ക് ഞാൻ ഡെയിലി അമ്പലത്തിൽ വരാറില്ലാത്ത ആളായിരുന്നു. യാദൃശ്ചികമായി വരുമ്പോൾ സാർ പറയുന്ന കേട്ടു, അന്യതാചിന്തനം കാര്യം ദൈവമന്യതച്ചിട്ട് ഈ ഒരു സെൻറ്റൻസ് എന്നെ ഇതുവരെ എത്തിച്ചു. പിന്നെ കൂടുതലായിട്ട് എനിക്ക് പറയണമെന്ന് അറിയില്ല, അത് പറയാൻ ശ്രമിക്കാം. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കുകയാണെങ്കിലും ഈശ്വരൻ്റെ ഈശ്വര കൃപയുണ്ടെങ്കിൽ മാത്രമേ എന്ത് കാര്യങ്ങൾ നടക്കൂ. അതിനനുസരിച്ചാണ് ഓരോ നമ്മുടെ കാലത്തെണീറ്റ് നമ്മളെ നമ്മളെ ആത്മചൈതന്യത്തെ മനസ്സിലാക്കി നമ്മുടെ ഓരോ അവസ്ഥയും ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന 3 അവസ്ഥ എല്ലാവർക്കും നമുക്കുണ്ട്. ജാഗ്രതാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൗകിക ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അത് സ്വപ്നാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സ് മാത്രം ചിന്തകളിൽ സ്വപ്നം കാണുന്നു. അത് നമ്മുടെ ജാഗ്രതാവസ്ഥയുടെ പല അതിലൂടെ വരുന്നത്. സുഷുപ്തി അവസ്ഥയിലും നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ആത്മചൈതന്യത്തിനെ മനസ്സിലാക്കുക. അതാണ് മനുഷ്യബന്ധനം എന്താ, അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കാശിയിൽ ശാരീരികർക്കാതെ ഗംഗാസ്നാനം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു ചണ്ടാളൻ വരുന്നു. ചണ്ടാളൻ വന്ന് പറഞ്ഞു, ചണ്ടാളിനോട് അരസികർക്കാരെ ശിഷ്യൻ വന്നു മാർഗരവസര വഴിമാറോ ചോദിച്ചപ്പോൾ അരസികർ ശിഷ്യന്മാരോടല്ല അരസികർക്കാരോട് ഈ ചണ്ടാളൻ ചോദിക്കുന്നു, അന്നമയമായ ശരീരത്തോടോ അത് ഉള്ളിലുള്ള ആത്മചൈതന്യത്തോടോ ആണ് പറയുന്നത്. അന്നമയമായ ശരീരം എന്ന് പറയുമ്പോൾ പഞ്ചഭൗതികമായ ശരീരത്തിൽ എല്ലാവരുടെ ഉള്ളിലും സെയിം ഒരേ തന്നെയാണ്. അത് മാംസം പരിചയമുള്ളതാണ്. ആത്മചൈതന്യം എന്നുള്ള വിജോപരമായ ഇത്രയും അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിക്കുന്ന അന്ന് പറയുന്നു. മാരകങ്ങൾ പറയുകയാണെങ്കിൽ അതിൽ ഈ ആത്മചൈതന്യം ഒരേ ആത്മചൈതന്യം മാത്രമേ ഉള്ളൂവെങ്കിൽ ആരോടെ പറയാൻ ചോദിച്ചപ്പോൾ അതിന് ചണ്ടാളൻ കൊടുത്ത ഉത്തരമാണ് മനീഷ പദ്ധതി. അത് നമുക്ക് അത് 5 ശ്ലോകമുണ്ട്. 5 ശ്ലോകത്തിലെ നമ്മുടെ 4 മഹാവാക്യങ്ങളുടെ മെസ്സിക്കാണ് തരുന്നത്. 5ാമത് ബ്രഹ്മജ്ഞാനിയായ ബ്രഹ്മനിഷ്ഠനായ ഒരാൾ എങ്ങനെയാണ്, അതിനെ പറ്റിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥയിൽ നമ്മുടെ മനസ്സ് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേസമയം സുഷുപ്തി സ്വപ്നാവസ്ഥയിൽ മനസ്സും ശരീരവും പ്രവർത്തിക്കുന്നു. സുഷുപ്തി അവസ്ഥയിൽ ബീജാവസ്ഥയിലാണ്. അപ്പോഴും നമുക്ക് ഈ ചേതന തരുന്ന ഏത് ചൈതന്യമാണോ ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെ എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന ആത്മസ്വരൂപിയാണ് എന്നാണ്. അത് തന്നെയാണ് ആദ്യത്തെ 4 വരികളുടെ അർത്ഥം. അത് വന്നിട്ട് ഋഗ്വേദത്തിലെ ഐതിരേയ ഉപനിഷത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ, അതായത് നമ്മളൊക്കെ ശുദ്ധ ബോധസ്വരൂപമാണ് എന്നുള്ള മെസ്സേജാണ് അതിൽ നിന്ന് നമുക്ക് തരുന്നത്. അതുകഴിഞ്ഞ് 2ാമത്തെ ശ്ലോകം അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തിനെയാണ് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാണുന്ന പ്രപഞ്ചമല്ല ത്രിഗുണാത്മകമായ മായ ഉണ്ടായത്. അത് ലളിതാസഹസ്രനാമത്തിൽ വിദ്യാസ്വരൂപിണിയെ മഹാനഗരം. ഈ വിദ്യ എന്ന് പറയുന്ന ഒരു ജ്ഞാനത്തിനും അവിദ്യ പറയുന്ന അജ്ഞാനത്തിനും, അജ്ഞാനം എന്ന് പറയുമ്പോൾ ഞാൻ ദേഹമാണെന്നുള്ള നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മുടെ എല്ലാ ജീവിതത്തിനും കാരണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് നമ്മൾ ആത്മാവാണെന്നുള്ള നമ്മൾ അറിവ് തന്നെയാണ് ആത്മ
ആത്മസാക്ഷാത്കാരം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ദുഃഖം വന്നാലും സുഖം വന്നാലും എല്ലാം നമുക്ക് സമഭാവനയോടെ കാണാൻ സാധിക്കും. നാലാമത്തതിൽ വന്ന് ഈ വിവേകിയായ മനുഷ്യൻ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ അനിത്യമാണെന്ന് മനസ്സിലാക്കി ഒരു ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ സമീപിച്ച് ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നു. അപ്പോൾ എല്ലാ കർമ്മങ്ങളെയും ജ്ഞാനാഗ്നിയെ ഘടിപ്പിച്ച് ശരീരത്തെ പ്രാരാബ്ധത്തിന് വിട്ടുകൊടുക്കുന്നു. അങ്ങനെയുള്ള ജ്ഞാനി ചണ്ടാളനായാലും വിജനായാലും എനിക്ക് ഗുരു തന്നെ. നാലാമത്തതൊന്ന് മാണ്ഡവ്യോപനിഷത്തിലെ മാണ്ഡവ്യോപനിഷത്തിൽ എടുത്തതാണ്. ഏതൊരു ബോധമായ എല്ലാ വിചാരങ്ങളോടെയും ഞാൻ എന്നുള്ളത് നമുക്ക് തോന്നിപ്പിക്കുന്ന ആ ശക്തി അത് യോഗികൾ സാക്ഷാത്കരിക്കുന്നു. അങ്ങനത്തെ ആ സാക്ഷാത്കരിച്ച് അത് തുല്യ അവസ്ഥയിലെത്തുന്നു. അതായത് അതിനാൽ അവർക്ക് എപ്പോഴും ആനന്ദാനുഭൂതിയിൽ ജീവിക്കാൻ സാധിക്കുന്നു. ഇത് ഈ നാലവസ്ഥകളിൽ മനസ്സിലാക്കി ഒരു ബ്രഹ്മനിഷ്ഠനായ ജ്ഞാനി ചണ്ടാളനായാലും വിജനായാലും എനിക്ക് ഗുരുവാണ്. ഇത് ആക്ച്വലി പറഞ്ഞാൽ നമ്മുടെയൊക്കെ സമൂഹത്തിൽ നടക്കുന്ന ജാതിഭേദ വ്യത്യാസം അതിൽ നമുക്ക് നോക്കാൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ നമുക്ക് പറഞ്ഞു തന്നത്. മാത്രമല്ല ഈ രണ്ട് ഇൻസ്പിറേഷൻ രണ്ട് കാര്യമുണ്ട്. ഭഗവത്ഗീതയിൽ സാറ് പഠിപ്പിച്ച ചാതുർബാണി മയാശിഷ്ടം ഗുണകർമ്മ അത് പഠനത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ റീസെന്റ് കൂടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു റിലേറ്റീവ് പറഞ്ഞു ഇപ്പോഴും നാട്ടിലും ബ്രാഹ്മണങ്ങളെ അങ്ങനെ ഒരുപാട് വ്യത്യാസം ഇപ്പോഴും അമ്പലത്തിൽ പോയാലും ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ഭക്ഷണശാല തന്നെ ബ്രാഹ്മണരുടെ ഭക്ഷണശാല എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതൊക്കെ സത്യമായിട്ട് ആലോചിക്കുകയാണ്. നമ്മൾ ബോംബെയിൽ ഇങ്ങനെ ആരും ഒരു വേറെ വ്യത്യാസമല്ല, എല്ലാവരും ഒരേ മാതിരിയാണെന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ചരിക്കുന്നത്. പിന്നെ ഈ പുരുഷത്വത്തെ പഠിപ്പിച്ചുള്ള ഇപ്പോഴും സാറ് പറഞ്ഞു നമ്മുടെ ബ്രാഹ്മണ ക്ഷത്രിയൻ വൈശ്യൻ ഇതെല്ലാം ദൈവത്തിൻ്റെ ഭാഗങ്ങളാണെങ്കിൽ ഇതിലെ മേൽജാതി കീഴ്ജാതി വേറെ വ്യത്യാസമൊന്നും എവിടെയും വരുന്നില്ല. ഇതൊക്കെ നമ്മുടെ അറിവില്ലായ്മ മാറുകയാണെങ്കിൽ ഇമാതിരി സത്സംഗങ്ങളും പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്നെ ഇത്രയും അറിയാനും ഇതിനെപ്പറ്റി പഠിക്കാനും പ്രാപ്തനാക്കിയ സാറിൻ്റെ പ്രണാമം. ഇതൊക്കെ കുറേ ദിവസത്തെ ആഗ്രഹങ്ങളായിരുന്നു.